ഞാനിപ്പോഴും എവിടെയുള്ളതെന്ന് അറിയാം. കാസർഗോഡ് അനന്തപുരം ശ്രീ പത്മനാഭ തടാക ക്ഷേത്രം. അമ്പലങ്ങളെ പറ്റിയുള്ള കുഞ്ഞു കുഞ്ഞു കഥകളാണ്, ഐതിഹ്യങ്ങളല്ല. കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമല്ല. ഐതിഹ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറയേണ്ടി വരും. അപ്പോൾ അമ്പലങ്ങളുടെ ചെറിയ ചെറിയ കഥകളില്ല. അതിലൊരു കഥകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് നമ്മുടെ ഈ തടാക ക്ഷേത്രത്തിനെ കുറിച്ച് പറയാനില്ല. എന്താണെന്നറിയോ, വില്ലുമംഗലം സ്വാമിയാർ പൂജ ചെയ്ത ക്ഷേത്രമാണിത്. അപ്പോൾ പണ്ട് വില്ലുമംഗലം സ്വാമിയാർ മുമ്പ് വന്നിട്ട് പൂജ ചെയ്യാൻ പണ്ട് 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 പൂജ ചെയ്യാൻ വരുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു കുഞ്ഞ് ഇവിടെ ഇങ്ങനെ കളിച്ചോണ്ട് നിൽക്കും അത്ര നടയിൽ. പക്ഷെ വില്ലുമംഗലം സ്വാമിയാർക്ക് അത് ഭഗവാനാണെന്ന് അറിയില്ല കേട്ടാ. ഒരു ദിവസം വരുമ്പോഴത്തേക്ക് രാവിലെ പൂജയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി ഉച്ചയ്ക്ക് വന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് നട നിറയെ മണ്ണ് അഴുക്കായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടി എപ്പോഴും കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ല. ആ മോൻ വന്നിട്ട് അവിടെ മുഴുവനും അഴുക്കാക്കിയിട്ട് പോവാത്രേ. അപ്പോൾ വന്നിട്ട് പറഞ്ഞു, നീ എന്തിനാ ഇവിടെ ഇങ്ങനെ വൃത്തിയേടാക്കിയിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ പുറംകാലുകൊണ്ട് ഇങ്ങനെ തട്ടിയിട്ടാകുമ്പോഴത്തേക്ക് അവിടുന്ന് അതിങ്ങനെ പിണങ്ങി വന്നിട്ട് ഇതാ ഈ ഗുഹ കണ്ട, ഇതിലെ കൂടിയിട്ട് ഇങ്ങനെ പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറയാത്രേ, എന്നെ കാണണമെങ്കിൽ അനന്തം കാട്ടിലേക്ക് വരണം നീന്ന് പറയാണ്. അപ്പൊ സ്വാമിക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ രാത്രി സ്വാമിക്ക് വില്ലുമംഗലം സ്വാമിയാർക്ക് സ്വപ്നദർശനം ഉണ്ടായി. അത് ഭഗവാനായിരുന്നു, കൃഷ്ണനായിരുന്നു, പത്മനാഭനായിരുന്നു, സാക്ഷാൽ അനന്തപത്മനാഭനായിരുന്നു. അങ്ങനെ വില്ലുമംഗലം സ്വാമിയാർക്ക് ഭയങ്കര വിഷമായി. അത് പിറ്റത്തെ ദിവസം വില്ലുമംഗലം സ്വാമിയാർ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പോവാണ്. അങ്ങനെയാണ് ഓരോരോ സ്ഥലം നമ്മുടെ ഈ കേരളത്തിൽ, എനിക്കറിയില്ല, നമ്മുടെ സാധാരണ കാണുന്ന എല്ലാ ക്ഷേത്രങ്ങളും, ഒട്ടുമിക്ക ക്ഷേത്രങ്ങളും വില്ലുമംഗലം സ്വാമിയാർ ഈ തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴി വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ട് പൂജ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ച അമ്പലമാണ് അത്. ഗുരുവായൂരപ്പ ക്ഷേത്രം കൂടിയല്ലേ, വില്ലുമംഗലം സ്വാമിയുടെ പ്രതിഷ്ഠയാണ്. അങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളാണ് വില്ലുമംഗലം സ്വാമിയുടെ കേരളത്തിലുള്ളത്. അങ്ങനെ വില്ലുമംഗലം സ്വാമിയാർ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന അവിടെ നിന്നിട്ട് ഈ അനന്തങ്കാട് എവിടെയെന്നാണ് അറിയണ്ടേ. അങ്ങനെ പരുതി പോയിട്ടാണ് നമ്മുടെ ഇന്ന് അനന്തങ്കാട് ഭഗവാൻ ഇരിക്കുന്ന പത്മനാഭ സ്വാമിയാർ ഇരിക്കുന്ന ആ സ്ഥലവും അവിടെ വില്ലുമംഗലം സ്വാമിയാർക്ക് സ്വപ്നദർശനം കൊടുക്കുകയാണ്. അപ്പോൾ ഭഗവാൻ വന്നിട്ട് രാത്രിയിൽ ഇങ്ങനെ നിൽക്കുക അത്രേ. അപ്പോൾ നിന്നിട്ടാണ് സ്വപ്നദർശനം കൊടുക്കുന്നത്. അപ്പോൾ വില്ലുമംഗലം സ്വാമിയാർ ചോദിക്കാത്രേ, എന്തിനാണ് ഇത്ര നീളത്തിൽ ഇങ്ങനെ നിന്നെങ്കിൽ, ഇത്രയോ ഉയരത്തിൽ നീ നിന്നെങ്കിൽ ഞാൻ എങ്ങനെയാണ് നിനക്ക് പൂജ ചെയ്യാന്ന് പറയുമ്പോൾ ഭഗവാൻ അങ്ങനെ കിടന്നു കൊടുക്കുകയാണെന്ന്. അതാണ് ഇന്ന്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതിൽ കുറച്ച് തപ്പുണ്ട്. പക്ഷെ കഥയാണ്, ശരിക്കും ഇത് കഥയാണ്. ഇത് നോക്ക് എന്ത് രസമാണ്.